ദേ, വയനാട്ടിലെ ഒരു അടിപൊളി ട്രെക്കിംഗ് സ്പോട്ടായ ബ്രഹ്മഗിരിയിലേക്കുള്ള യാത്രയാണ് കേട്ടോ. കാട്ടുപാതയിലൂടെ അട്ടയുടെ കടിയും കൊണ്ട് 7 കിലോമീറ്റർ താണ്ടി വേണം നമുക്ക് ഈ മലമുകളിലെത്താൻ. ഏകദേശം ഒരു 3-4 കിലോമീറ്റർ നമുക്കിങ്ങനെ അട്ടകടിയും കൊണ്ട് നടക്കാം കേട്ടോ. അത് കഴിഞ്ഞ് ഈ ഒരു ഗ്രാസ് ലാൻഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ദേ ഈ ഒരു ക്ലൈമറ്റാണ്. ചുറ്റും മഞ്ഞ് വന്ന് മൂടിയിട്ട് തൊട്ടടുത്തുള്ള ആളെ പോലും കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞങ്ങൾക്ക് മുന്നിലും കുറേ ആൾക്കാർ നടക്കുന്നുണ്ട് കേട്ടോ. ഫൈനലി നമ്മളെ ഡെസ്റ്റിനേഷൻ എത്തി മക്കളെ. പൊളി വൈബ് എന്ന് വെച്ചാൽ പൊളി വൈബ്. ഇപ്പോൾ 7 കിലോമീറ്റർ നടന്ന് അങ്ങ് ബ്രഹ്മഗിരി മലയുടെ മുകളിലാണ് ഇപ്പം നിൽക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ്. അതെവിടെയാ ബ്രോ? അമ്പാനെ എന്താ പറയാനുള്ള? ഇത്ര എക്സ്പെക്ട് ചെയ്തിട്ടാണ് അങ്ങോട്ട് വന്നത്. പകുതി എത്തുമ്പോ ചാവാനായ പോലെ എത്തല്ലേ. കയറ്റി ഇവിടെ എത്തിച്ചപ്പോ വിറച്ചോണ്ട് ഓടുന്ന നോക്കിയ മഴയും കാറ്റും കോടമഞ്ഞും എല്ലാം കൊണ്ടെത്തും. ഒരു രക്ഷയില്ല കേട്ടോ. നല്ല അടിപൊളി തണുപ്പാണ് കേട്ടോ ഇവിടെ. ഈ വൈബൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയില്ലേ പിന്നെ എന്തിനാ മക്കളെ? എന്താ പറയാനുള്ളേ? ഒന്നും പറയാനില്ല. ഒരേ വൈബ് കേട്ടോ. ഈ കൂട്ടത്തില് കൊച്ചു കുട്ടികൾ തമ്മില് ഏകദേശം റിട്ടയർ ആയ ആൾക്കാർ വരെ ഉണ്ട്. പക്ഷെ അവരെല്ലാം ഈ ഒരു 7 കിലോമീറ്റർ താണ്ടി ഇതിന് മുകളിലെത്തി ഈ ഒരു വൈബ് ആസ്വദിക്കുന്നുണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റില്ല മക്കളെ ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത. എന്തൊരു ശക്തിയിലാരോ കാറ്റടിക്കുന്നത്. ഈ മലമുകൾ കയറി ഈ കാറ്റ് ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ. സ്വർഗമാണ് മക്കളെ, സ്വർഗം. അതെ, ഭൂമിയിലൊരു സ്വർഗം ഉണ്ടെങ്കിൽ ഇതാണ് വയനാട്ടിലെ സ്വർഗം തന്നെ പറയാട്ടോ. ഒരു രക്ഷയുമില്ല.